ഇത് 2005 പിന്നെ സെന്നാണ്, LXI ആണ്. ഇത് 31,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള കമ്പനി പെയിൻറ്റ്. ഇത് 17 വലിയ വണ്ടിയാണ് 17. ഇത് 84,000 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഇത് 2019 വണ്ടിയാണ്. പുതിയ ടെസ്റ്റ്, 2 വർഷത്തെ പേപ്പർ കിടക്കുന്ന വണ്ടിയാണ്. 4 പുതിയ ടയറുകൾ കാര്യങ്ങൾ കണ്ണാടി പോലെ കിടക്കുന്ന വണ്ടി. 52,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് 2019 രജിസ്ട്രേഷനാണ്. ഇതിപ്പം നമ്മൾ പുതിയ ഇൻഷുറൻസ് ഉണ്ട്. ഈ ജനുവരി വരെ പേപ്പറുണ്ട്. വണ്ടി ഫുള്ള് പെയിൻറ്റ് കാര്യങ്ങൾ, 4 ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല ഭാഗങ്ങളാണ് വണ്ടി. ഫുള്ള് മെക്കാനിക്കലെല്ലാം ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ്. കാരണം ഇത് 98 ലാസ്റ്റ് മോഡലാണ്. ഒരു പാർട്ടി നമ്മുടെ അടുത്തുള്ളൊരു പാർട്ടി തന്നെ 18 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഇത് 2016 രജിസ്ട്രേഷനാണ്. സെൻസർ ഇല്ലാത്ത വണ്ടിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ എന്ന് പറഞ്ഞ ഭാഗത്താണ് വന്നിരിക്കുന്നത്. നമ്മൾ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ശബരി ഓട്ടോ സെൽ എന്ന് പറയുന്ന ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. ഇത്തവണ അത്യാവശ്യം വെള്ളിമുങ്ങ, ജീത്തോ, 800, വോൾട്ടോ, പിന്നെ ആപ്പേ, ആ ടൈപ്പ് എല്ലാം തികഞ്ഞ ഒരു വീഡിയോ ആയിരിക്കും. എല്ലാ ടൈപ്പ് ആൾക്കാർക്കും എടുക്കാം. 40,000 രൂപ തൊട്ട് തുടങ്ങുന്ന 800 കാർ മുതലുള്ള വണ്ടികളാണ് ഇത്തവണ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. അപ്പം ജേണ നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ഇത്തവണ നമ്മൾ ഇഷ്ടംപോലെ കാറും ഒക്കെ എടുത്തിട്ടേക്കുന്നല്ലേ? 1-2 കാറ് എല്ലാം ഉണ്ട്. മിക്സിങ് ആണല്ലോ ഇത്തവണ? പ്രാവശ്യം മിക്സിങ് ആക്കാമെന്ന് കരുതി. എങ്ങനെയാണ് ഈ 40,000 രൂപയുടെ കാർ എന്ന് പറയുന്നത്? ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? അടിപൊളി വണ്ടി. അത് എൻജിൻ സൈഡൊക്കെ പക്കയാണോ? എൻജിൻ സൈഡെല്ലാം പക്കയാണ്. ഓക്കെ. അപ്പോൾ അതല്ല, മൊത്തം പറയണ്ട. ആദ്യം നമ്മുടെ സ്ഥാപനം എവിടെയാണെന്നൊന്ന് പറഞ്ഞേ. ഇത് നമ്മളെ കൊല്ലം ജില്ലയിൽ കല്ലുവാതക്കൽ എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്തായിട്ടാണ് ഈ സ്ഥാപനം വരുന്നത്. ഓക്കെ. എത്ര ഒരു 40 രൂപ തൊട്ടൊക്കെ തുടങ്ങുന്ന വണ്ടികൾ നമ്മൾ അവിടെ തൊട്ടങ്ങ് തുടങ്ങുകയാണ്. ഈ വീഡിയോ ഇറങ്ങുന്നതിന് മുമ്പ് മിക്കവാറും അത് വണ്ടി പോകും കേട്ടോ. ആൾക്കാർ വന്നു തുടങ്ങി. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കാറെന്ന് പറഞ്ഞാൽ ഇത് 98 ലാസ്റ്റ് മോഡലാണ്. ഒരു പാർട്ടി നമ്മുടെ അടുത്തുള്ളൊരു പാർട്ടി തന്നെ 18 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അപ്പം പുള്ളി ഇപ്പോൾ സ്വിഫ്റ്റ് എടുത്തു, അങ്ങനെ അതുകൊണ്ട് കൊടുക്കുന്നതാണ്. വണ്ടി മെക്കാനിക്കലോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ല. നല്ല സൂപ്പർ കണ്ടീഷനിൽ കിടക്കുക വണ്ടിയെ. ഇതിൻ്റെ കിലോമീറ്റർ ജെന്യൂനായിട്ട് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റത്തില്ല. കാര്യം ഇത് കിലോമീറ്റർ 1 ലക്ഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നേന്നും പറഞ്ഞ് തുടങ്ങുന്ന വണ്ടിയല്ലേ. നിലവിൽ കാണുന്ന കണ്ടീഷൻ നോക്കി എടുക്കുക, അത്രേ ഉള്ളൂ. കാണുന്നൊരു ഭംഗി. ഫ്ലോർ മാറ്റൊക്കെ അടിച്ച വണ്ടിയല്ലേ? ഇത് ഒരാൾ 17 വർഷമായിട്ട് സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അതിൻ്റെ ഒരു വൃത്തി അതിന് കാണാനുണ്ട്. ഇത് പുതിയ ഇൻഷുറൻസ് എടുത്ത് പേര് മാറി ടാക്സ് എല്ലാം എടുത്ത്, ടാക്സ് ഇപ്പോൾ മുടങ്ങി കിടക്കുക, ടാക്സ് അടച്ച് കൊടുക്കും വണ്ടി. 40 രൂപ നമ്മൾ ചോദിക്കുന്ന വില. എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടക്കും. വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. കാര്യം 40 രൂപയിലേ ഉള്ളൂ. ഇത്രയും വൃത്തിയായിട്ടൊരു കിടക്കുന്നൊരു വണ്ടിയല്ലേ. എന്നാലും എന്തെങ്കിലുമൊക്കെ കുറയില്ലേ? എന്തെങ്കിലും കുറയും. ഇത് പാർട്ടി ബേസാണ്. നമുക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ലാഭങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. എടുക്കാൻ പറ്റാത്തൊരു വണ്ടിയാണ്. പാർട്ടി ത്രൂ മൂട്ടിച്ചു കൊടുക്കുക, അവരായിട്ട് സംസാരിക്കുക, എടുക്കുക. പാർക്ക് ആൻഡ് സെയിൽ കിടക്കുക അല്ലേ? പാർക്ക് ആൻഡ് സെയിലല്ല, നമ്മളെ സുഹൃത്താണെങ്കിലും നമുക്ക് അതിൽ നിന്നുള്ള ലാഭം വേണ്ട. ഫുൾ അയാൾക്ക് തന്നെ കൊടുക്കുകയാണ്. അതെ അതെ. വേറെ റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും? ഒന്നും കാണുന്നില്ല. ഗ്ലാസോ ഡോറോ ബോണറ്റോ ഒന്നുമില്ല. ഇതിന്റെ പേപ്പർ വർക്കൊക്കെ ഇനി എത്ര ആളുണ്ട്? പേപ്പർ 26 ടെസ്റ്റാണ്. 26 ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് എല്ലാം, പിന്നെ ഇൻഷുറൻസ് ടാക്സ് ഇതെല്ലാം ഉണ്ട്, നിലവിലുണ്ട്. MBFI ആണോ? MBFI. നെക്സ്റ്റ് ഇത് 2015 വണ്ടിയാണ്. ഇത് ഈ പിന്നെ 6 മാസം പേപ്പറുണ്ട്. ഇത് നമ്മളെ വെള്ളിമുങ്ങളെല്ലാം പണിയും തീർത്തിട്ടിരിക്കുന്ന വണ്ടികളാണ് ഇതേ വണ്ടി. ഇതിപ്പോൾ ഇൻഷുറൻസ് തീർന്ന് കിടക്കുക. ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം നമുക്ക്. പുതിയ പെയിൻറ്റ് എല്ലാം ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ് ഇത്. എന്തോ ഓടിയിട്ടുണ്ട്? സെൻസർ ഇല്ലാത്ത വണ്ടിയാണ് ഇത്. കാണിക്കുന്ന 1.25 കൊണ്ടാണ്. ജെനുവിൻ പറയാൻ പറ്റത്തില്ല. നമ്മൾ ഈ കാണുന്ന ഒരു കണ്ടീഷൻ നോക്കിയെടുക്കാം. മെക്കാനിക്കൽ പണി വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കാം. പാച്ച് വർക്ക് ഉണ്ടായി ചെയ്തു കൊടുക്കാം. പാച്ച് വർക്കൊന്നും ഇല്ല. അത്രയും ഗ്യാരണ്ടി നമ്മൾ കൊടുക്കാം. നിലവിൽ ഇവിടുന്ന് കാണുന്ന കണ്ടീഷനിൽ അവർക്ക് ഏത് മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നോക്കി വേണമെങ്കിലും എടുക്കാം. ആരെ കൊണ്ടുവന്ന് നോക്കി എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നമ്മൾ അവർ പറയുന്ന പണികൾ ഇവിടെ വെച്ച് തീർത്തു കൊടുക്കും. എത്ര ചോദ്യം? ഇത് പുതിയ ഇൻഷുറൻസ് എടുത്ത് 2.5 കൊടുക്കും. 2.5. സെൻസർ ഇല്ലാത്ത വണ്ടിയാണ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലേ? ഒന്നുമില്ല. ഇതിന് പിന്നെ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ടാറ്റ ആയിരത്തിന് ഈ ഗ്ലാസ് ആക്സിഡൻ്റ് ഒന്നും ഇല്ലെങ്കിലും ഗ്ലാസ്സൊക്കെ മാറാറുണ്ട് ഇടയ്ക്ക്. അങ്ങനെ ഗ്ലാസ് മാറിയിട്ടുണ്ട്, ഫ്രണ്ട് ഗ്ലാസ്. ഇത് 2016
സെൻസർ ഇല്ലാത്ത വണ്ടിയാണ്. ഇത് ഈ പറയുന്ന കണക്ക് ഫുള്ള് ഇപ്പം പണിഞ്ഞിട്ടിരിക്കുന്ന മെക്കാനിക്കൽ ഫുള്ള് പണിഞ്ഞിട്ടിരിക്കുന്ന വണ്ടിയാണ്. ഇത് പുത്തൻ ടയറാണല്ലേ? ടയറെല്ലാം നമ്മൾ മാറിയിട്ടിരിക്കുന്ന വണ്ടിയാണ്. 4 നല്ല ടയറുകൾ, പിന്നെ പുതിയ പെയിൻറ്റ്, മെക്കാനിക്കൽ ഫുള്ള് ചെയ്തിട്ടിരിക്കുക. വണ്ടി പാച്ച് വർക്കോ മറ്റു കാര്യങ്ങളോ യാതൊന്നുമില്ല. എല്ലാ തരത്തിലും പണി തീർന്ന് കിടക്കുന്ന ഒരു വണ്ടിയാണ്. ഈ റീപെയിൻറ്റ് ഫുള്ളായിട്ട് അടിച്ചാണോ? ഫുൾ അടിച്ചതാണ്. ഫുൾ അടിച്ചേക്കാം. PU പെയിൻറ്റ് അടിച്ചിരിക്കുന്നു. ക്വാളിറ്റി പെയിൻ്റ് അല്ലേ? അതെ PU പെയിൻറ്റ് അടിക്കുന്നു നമ്മൾ. അതിൽ കുറഞ്ഞൊരു പെയിൻറ്റ് ഇല്ല, അത് പിന്നെ നമ്മൾ അടിക്കത്തില്ല. ഫ്ലോറൊക്കെ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ വണ്ടി കാണാനൊക്കെ കൊള്ളാം. ഓക്കെ, വണ്ടി ഓവറോൾ കാണാൻ കൊള്ളുന്ന അത്യാവശ്യം നല്ലൊരു സീറ്റ് കവേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ വണ്ടിയുടെ ചുറ്റങ്ങളില്ല, വൃത്തിയായിട്ട് തന്നെയാണ് വണ്ടി ഇരിക്കുന്നത്. എത്ര ചോദിക്കുന്നത്? ഇത് 2.35 നമ്മൾ ചോദിക്കുന്നത്. 2.35. 4 പുതിയ ടയർ, എല്ലാ ജനുവരി വരെ പേപ്പറുണ്ട്, എല്ലാ ഭാഗങ്ങളും ക്ലിയറായിട്ട്. ഇത്രയും സെൻസർ ഇല്ലാത്തൊരു വണ്ടിയാണ്. സെൻസർ ഇല്ലാത്തത്. ഇതൊക്കെ പണി എടുത്തിട്ടാണ് നമ്മൾ വില വയ്ക്കുന്നത്. 4 പുതിയ ടയർ ഇപ്പം തന്നെ 45,000 രൂപയോളം ഇത് പണിഞ്ഞ വണ്ടിയാണ് നമ്മൾ. പെയിൻറ്റിങ്ങും ഇപ്പോൾ ടയർ ഭാഗങ്ങളെല്ലാം കൂടെയൊക്കെ 45 രൂപയാണ്. 45,000. 45,000 മെക്കാനിക്കലെല്ലാം കൂടെ 45,000 രൂപ ആയ വണ്ടിയത് പണിഞ്ഞ്. ഇത് 2018 പിന്നെ ജീത്തോ 2018. 18 വണ്ടിയാണ്. 34,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അത് വിശ്വസിക്കാവോ? വിശ്വസിക്കാവോ? വിശ്വസിക്കാൻ പറ്റുന്നതാണെന്നാണ് തോന്നുന്നത്. കാര്യം കിലോമീറ്ററിൻ്റെ കാര്യത്തിൽ ഞാൻ ആർക്കും ഒരു ഗ്യാരണ്ടി പറയത്തില്ല. കാര്യം നമ്മൾ സെക്കൻഡ് ഹാൻഡ് എടുക്കുന്ന വണ്ടിയാണ്, കമ്പനി സർവീസ് ഒന്നും ഉള്ള വണ്ടികളല്ല ഇത്. ഇവിടെ ഈ ഫ്രണ്ട് എന്താണ് കീറി വെച്ചേക്കുന്നത്? അത് അവന്മാർ സെറ്റ് വെച്ചിരുന്ന അവരിളക്കിയെടുത്തത്. വണ്ടി എടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ. 2 വണ്ടിയും ഈ ഗുഡ്സ്. ഈ വണ്ടി കണ്ടപ്പോൾ മനസ്സിലായി, അതിന്റെ ബാക്ക് സൈഡ് വർക്ക് ചെയ്തിട്ടില്ല. അതെല്ലാം ചെയ്തു കൊടുക്കും നമ്മൾ. അതെല്ലാം വൃത്തിയാക്കി ഈ തരത്തിലൊക്കെയാണ് വണ്ടികൾ വരുന്നതേ. നമ്മൾ പിന്നെ എല്ലാം ചെയ്ത് പിന്നാണ് കൊടുക്കുന്ന വണ്ടികൾ. അതിൻ്റെതായ പൈസയാണ് മേടിക്കുന്നത്, പണിക്കൂലിയുടെ അല്ലേ? അതെ പണിക്കൂലി എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നതല്ലല്ലോ പണിക്കൂലി എന്ന് പറയുന്നത്. പണിക്കൂലി, പെയിൻറ്റിങ് ഇതെല്ലാം ചെയ്യുമ്പോൾ വണ്ടികൾക്ക് പൈസ ആവുന്നുണ്ട്. ഒരു പാർട്ടി ഒന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ പിന്നെ അവർക്ക് വലുതായിട്ട് കാര്യമായ പണികളൊന്നും വരാറില്ല. അപ്പോൾ നമ്മൾ കണ്ണിൽ കാണുന്ന പണിയെല്ലാം ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. എത്ര ചോദ്യം? ഇത് 2.10 ചോദിക്കുന്നത്. 2.10. അത് ലോൺ കിട്ടുമോ? ലോൺ കിട്ടുമോ? ലോൺ കിട്ടും. എത്ര എണ്ണം നമുക്ക് ഇറക്കാൻ പറ്റും? ഇത് എനിക്ക് തോന്നുന്നു ഒരു 1.5 രൂപയൊക്കെ ഫിനാൻസ് കിട്ടാൻ സാധ്യതയുണ്ടോ? കിട്ടും. ഇത് 17 വലിയ വണ്ടിയാണ് 17. ഇത് 84,000 കിലോമീറ്ററാണ് കാണിക്കുന്നത്. വണ്ടി പക്ക വണ്ടിയാണ്. മെക്കാനിക്കൽ സൈഡൊക്കെ ഓക്കെയാണ്. മെക്കാനിക്കൽ സൈഡ് എന്തെങ്കിലും പണിയുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്താൽ കൊടുത്തു വിടുന്നത്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് ഫസ്റ്റ് തന്നെ. ഫസ്റ്റ് തന്നെ. വണ്ടിക്കകമൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. സർവീസ് പോലും ചെയ്തിട്ടില്ല, എടുത്തുകൊണ്ട് വന്ന രീതിയിൽ കിടക്കുക. ഇനി കൊണ്ടുപോയെല്ലാം ചെയ്യണം. ഇതും വന്നേ ഉള്ളൂ? ഈ 2 വണ്ടി എടുത്തേ ഉള്ളൂ. പണി ഈ വർക്ക്ഷോപ്പുകളിൽ പണി കൂടുതലേ, അതുകൊണ്ട് ഇപ്പം ഓരോ വണ്ടികൾ ചെയ്തിറങ്ങിയിട്ട് കൊടുക്കാന്നുള്ളൊരിതാണ്. എത്ര ചോദ്യം? ഇത് 2.10. 2 രൂപയ്ക്ക് കൊടുക്കുക. രണ്ടും 2.10 ചോദ്യം. ബാക്ക് സൈഡ് കണ്ടീഷൻ ഒക്കെ ഇങ്ങനെ നമ്മൾ വന്ന് അവരെ കണ്ടിട്ട് വില പറയുന്നതിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതും ലോൺ കയറുന്ന വണ്ടി തന്നെ? അതെ. കൊള്ളാം. ഇതിന്റെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ എത്ര നാളോട് കാണും? ഇത് അടുത്ത വർഷം വരെ ഉണ്ട്. അടുത്ത വർഷം? രണ്ടും അടുത്ത വർഷം വരെ പേപ്പറുണ്ട്. ഇത് 2018 ZDA ആണ്. ഡീസൽ വണ്ടിയാണ്. 1,45,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടയർ മോശം, അത് മാറി കൊടുക്കും. ഓക്കെ. ബാഗ് 2 പുതിയ ടയറാണ്. നല്ല സീറ്റ് കവേഴ്സ് ഒക്കെ ഉണ്ട്. മാനുവലാണ്. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ പ്രത്യേകം വെച്ചാണോ? അതെ. റിവേഴ്സ് ക്യാമറ എല്ലാം ഉണ്ട്. എല്ലാ സംവിധാനമുള്ള വണ്ടി. ഫോർഡോ പവർ വിൻഡോസ് ആണ്. റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് ടയർ അത്യാവശ്യം നല്ല ടയറാണ് കിടക്കുന്നത്. ഫ്രണ്ട് മാറി കൊടുക്കും. ഒരു പാർട്ടി വരുമ്പോൾ മാറി കൊടുക്കും. നമ്മൾ ഓടി തീരാനായിട്ട് ഇത് 1,00,000 ടൈമിംഗ് ചെയിൻ പരിപാടി കഴിഞ്ഞിട്ട് കിടക്കുകയാണ്. കമ്പനി സർവീസാണ്. അതായത് ഈ 1,00,000 കഴിയുന്നിടം വരെ 1,43,000 വരെ കമ്പനി സർവീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എത്ര ചോദ്യം? ഇത് 7.25 ചോദിക്കുന്നത്. എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ഉണ്ടോ? ഒരു പാർട്ടി ഒന്ന് നോക്കിയിട്ട് പറയാം. എന്തെങ്കിലും കുറയും? തീർച്ചയായിട്ടും. ഇത് 2018 സിപ്പാണ്. നമ്മളെ
കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്ന വണ്ടിയാണ്. ഇത് നമ്മൾ 170 180 ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു ഓഫർ വില പറയാം. ഈ കാണുന്ന കണ്ടീഷനിൽ ഈ കാണുന്ന പേപ്പറിൽ നമ്മൾ ഒരു 135 ഈ വണ്ടി കൊടുക്കും. സ്റ്റീൽ ബോഡിയാണ്, 2018 വണ്ടിയാണ്. എല്ലാ കാര്യങ്ങളും ഈ കണ്ടീഷന് 135 ഈ വണ്ടി കൊടുക്കും. പേപ്പർ ഭാഗങ്ങൾ ബാക്കിയുള്ള എല്ലാം അവർ ചെയ്യുക. നമ്മൾ നിലവിൽ എല്ലാം പക്കയാണ്. സ്റ്റീൽ ബോഡിയാണ് ബാക്കിൽ. ഇത് നഷ്ടമാണ്. ഈ വണ്ടികൾ കിടക്കുന്നത് നമുക്ക് നഷ്ടമാണ്. എങ്കിലും കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കുക എന്നുള്ള ലക്ഷ്യം. അല്ല, ഇതെല്ലാം ഇത് സ്റ്റീൽ ബോഡിയാണ് ബാക്ക്. ഇതടിക്കുന്നതിന് തന്നെ 40,000 രൂപ ചിലവുണ്ട്. ആ, അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. 135. ആ, വണ്ടി മൊത്തത്തിൽ പണിഞ്ഞ് വൃത്തിയാക്കിയിട്ടേക്കുക, കുഴപ്പമില്ല. ഇത് 2018 ഏകദേശം 23 മാസം പേപ്പർ കിടപ്പുണ്ട്. വണ്ടി ഫുൾ 4 പുത്തൻ ടയർ, കാര്യങ്ങൾ, ഇൻഷുറൻസ് പുതിയതെല്ലാം ഉണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 1.10 കൊണ്ടാണ് മീറ്റർ കാണിക്കുന്നത്. 1.10. ഫ്ലോറൊക്കെ വൃത്തിയായിട്ട് തന്നെയാണ്, നല്ല പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയായിട്ട്. ഇത് ജനുവൻ കിലോമീറ്റർ തന്നെയാണ്. ജനുവൻ കിലോമീറ്ററാണ്. ബാക്ക് സൈഡൊക്കെ ഓക്കെയായിട്ടൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ടാകുന്ന കുഴപ്പമില്ല. ബാക്ക് ടയറൊക്കെ അത്യാവശ്യം നല്ലപോലെ കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് ഈ പറയുന്ന ഈ ഗ്ലാസിൻ്റെ ഇതല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഗ്ലാസും ഇതിന് റീപ്ലേസ്മെന്റ് ചെയ്തിട്ടില്ല. അല്ല, ഞാൻ പൊതുവെ അങ്ങനെയൊന്നുമില്ല. ഇല്ല. എത്ര ചോദിക്കുന്നത്? ഇത് 2.55 ചോദിക്കുന്നത്. 55. ഇത് 2016 രജിസ്ട്രേഷനാണ്. സെൻസർ ഇല്ലാത്ത വണ്ടിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയാ? ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ്. വണ്ടിക്കകമൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. നല്ല സീറ്റ് കവേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫ്ലോറും ഒക്കെ പെയിൻ്റൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ടിട്ടൊക്കെയാണ്. അതൊന്നും കുഴപ്പമില്ല. നല്ല നീറ്റായിട്ട് കിടപ്പുണ്ട് ഭാഗങ്ങളൊക്കെ. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. ഇത് റീപെയിൻറ്റ് ഫുള്ളായിട്ട് അടിച്ചാണോ? ആണാണ്. ഓക്കെ. ബാക്ക് ടയറൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 2.15 ചോദിക്കുന്നത്. 2016 രജിസ്ട്രേഷൻ വണ്ടിയാണ്. അടുത്ത 2016 തന്നെ. സെൻസർ ഇല്ലാത്ത വണ്ടിയാണ് അത്. നമ്മളത് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് 2026 ജൂലൈ വരെ പേപ്പറുണ്ട്. ഈ ജൂലൈ വരെ ഇൻഷുറൻസ് ഉണ്ട്. അത് നമ്മൾ ഇൻഷുറൻസ് പുതിയത് മാറ്റിയെടുത്ത് കൊടുക്കും. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് ഫസ്റ്റ്. വണ്ടിക്കകം നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുകയാണ്. സ്റ്റീരിയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊന്നും എടുത്ത് മാറ്റിയിട്ടൊന്നുമില്ല. നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി ഉണ്ട്. ഫ്ലോറും ഒക്കെ വൃത്തിയായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇത് റീപെയിൻറ്റ് ചെയ്തേക്കാണോ? റീപെയിൻറ്റ് ചെയ്ത് ഫുൾ പെയിൻറ്റ് ചെയ്ത വണ്ടിയാണ്. ഓക്കെ. ബാക്ക് സൈഡ് നോക്കിയാൽ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഡോർ പാഡൊക്കെ തന്നെയാണെങ്കിലും വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതൊന്നും മോശമൊന്നും പറയാനില്ല, കൊള്ളാം. ടയേഴ്സ് നല്ല ടയേഴ്സാണ് കിടക്കുന്നത്. എത്ര ചോദ്യം? ഇത് നമ്മൾ ഫൈനൽ 2.35 പുതിയ ഇൻഷുറൻസ് എടുത്ത് പേര് മാറി കൊടുക്കുന്ന വില. 2.35. അതെ. ഇത് 2019 വണ്ടിയാണ്. പുതിയ ടെസ്റ്റ്, 2 വർഷത്തെ പേപ്പർ കിടക്കുന്ന വണ്ടിയാണ്. 4 പുതിയ ടയറുകൾ, കാര്യങ്ങൾ, കണ്ണാടി പോലെ കിടക്കുന്ന വണ്ടി. 52,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ് വന്നതാണോ? അതെ. അതാണ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നത്. നല്ല നീറ്റ് പെയിൻറ്റിങ്, ഒന്നും പറയാനില്ലാത്തൊരു വണ്ടിയാണ്. കൊള്ളാം, നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. സീറ്റ് കവേഴ്സൊക്കെ ആണെങ്കിലും കൊള്ളാം. ഫ്ലോർ ആണെങ്കിലൊക്കെ നല്ല വൃത്തിയായിട്ട് പെയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലൊക്കെ ടെസ്റ്റിന് വേണ്ടി പെയിൻ്റ് അടിച്ചതിൻ്റേതായ വൃത്തി ആ വണ്ടിക്ക് കാണാനുണ്ട്. നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്, കൊള്ളാം. ഡോർ പാഡൊക്കെ നോക്കിയാൽ എല്ലാം വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ ഏട്ടാ? റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇല്ല. എത്ര ചോദിക്കുന്നത്? ഇത് 3 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 3? ഏത് വർഷമായിരുന്നു? 2019 ലാസ്റ്റ് വണ്ടിയാണ്. 19. ഇത് 2005 സെന്നാണ്, LXI ആണ്. ഇത് 31,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള കമ്പനി പെയിൻറ്റ്. നല്ല പുതിയ ടാക്സ് 2030 വരെ ടാക്സ്. 2027 ടെസ്റ്റ് വരുന്നത്. അല്ല, ഈ പുതിയ ഇൻഷുറൻസ്. ഇത്രയും വർഷമായ വണ്ടി ഇത്രയും കിലോമീറ്റർ ഗൾഫാൻ്റെ വീട്ടിൽ കയറ്റി ഇൻറ്റീരിയലെല്ലാം നോക്ക്, ടോപ്പ് കാര്യങ്ങളെല്ലാം നോക്ക്, എങ്ങനെ ഉണ്ടെന്ന് നോക്ക്. ആ വണ്ടി ഇത്രേ ഓടിയിട്ടുള്ളൂ.
ഇന്നലെ ഞാൻ കൊണ്ടുവന്ന് സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം കയറ്റി വണ്ടി അതില്ലായിരുന്നു. ഇല്ലല്ല, ഇത് ഇന്നലെ സൂപ്പർ. ഇന്നിപ്പോൾ ഒരു സെന്നും കൂടെ വരാനും ഉണ്ട്. ഇതിലെ AC ഒക്കെ വൃത്തിയായിട്ട് വർക്ക് ചെയ്യുമോ? സൂപ്പറായിട്ട് വർക്ക് ചെയ്യും. പവറിൻ്റെ വർക്കിങ്. ഇതിലെ സബ്ബാണ്? അല്ലല്ല, അത് കൊള്ളത്തില്ല. ഞാൻ എടുത്തോണ്ട് പോയാ, വയ്ക്കാൻ എടുത്തോണ്ട് പോയതാ. കൊള്ളത്തില്ല. ആംപ്ലിഫയർ വെക്കണം. അത് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി. കമ്പനി പെയിന്റാ. ഇതിന്റെ പേപ്പറൊക്കെ ഇനി എത്ര നാളത്തെ കൊണ്ട്? 2027 ടെസ്റ്റ് വരും. 27 വരെ ടാക്സ് ഉണ്ട്. പുതിയ ഈ അടുത്ത വർഷം ജൂലൈ വരെ ഇൻഷുറൻസ് ഉണ്ട്. കമ്പനി പെയിന്റ് കിടക്കുക. എൻ്റെ അത്രയും ക്വാളിറ്റിയാണ് വണ്ടി. വണ്ടി നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇത്രയും വർഷമായ വണ്ടിയാണ്. അകം കണ്ടാൽ പറയത്തില്ല, അത്ര നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. കമ്പനി സീറ്റ് കവറാ, നോക്ക്. അഴുക്കുണ്ടോ? ടോപ്പ് നോക്ക്. ഇന്റീരിയർ ഉണ്ടോ? ഇത്രയും വൃത്തിയായ ഒരു സെന്ന് കിട്ടുമോ? അത് ഇത്രയും വർഷമായൊരു വണ്ടി കിട്ടത്തില്ല. കൊള്ളാം, വണ്ടി കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. അല്ല, ഇപ്പം തുരുമ്പൊക്കെ തന്നെ നോക്കിയാലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ആപ്പാടെ അതിനൊരു അപാകത എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ടോ എന്നൊരു സംശയം. അല്ല, വേറെ ഒന്നുമില്ല. മാറിയിട്ടുണ്ട്. അല്ലാതെ അതും വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അല്ലാതെ അവർ പറഞ്ഞ അല്ലാതെ ചെറിയ ക്രാക്കായിരുന്നു, അത് മാറിയതാന്ന് പറഞ്ഞു. 31,000 കിലോമീറ്റർ ആയിരുന്നു. ജനുവൻ കിലോമീറ്ററാണ്. ഈ ഒരു 1-1.5 ആ റേഞ്ചാണോ പ്രതീക്ഷിക്കുന്നത് വില? പ്രതീക്ഷ അങ്ങനെ ഒരു ഇതൊക്കെ ഒരു മോഹമാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. 1.5 ഒരു പാർട്ടി നല്ല ജെന്യൂനായിട്ട്. കാര്യം ഇന്നലെ എൻ്റെ പേരിൽ ഇന്ന് പേര് മാറിക്കാണും. കാര്യം ഇന്നൊരു ദിവസമാണ് ഞാൻ സമയം കൊടുത്തത്. പേര് മാറാതെ അവർ വണ്ടി തരത്തില്ല. കാര്യം പേര് മാറിയാൽ ഇതിപ്പോൾ സിംഗിൾ ഓണർ പേര് കിടക്കുമല്ലേ. ഓക്കെ, ഇത് പറ ഒരു അണ്ണൻ്റെ ഒരു മോഹവില പറയുന്നത് തന്നെ ഏകദേശ വില. ഇത് 2014 12 മാസം വണ്ടിയാണ്. ഇത് 5 സീറ്റ് വരുന്ന വണ്ടിയാണ്. സാധാരണ 14 4 സീറ്റാണ് വരുന്നത്. ഇത് 5 സീറ്റുള്ള വണ്ടിയാണ്. ഇപ്പം നമ്മൾ ഫുള്ള് മെക്കാനിക്കൽ ഏകദേശം എല്ലാ പാർട്സുകളും മാറി ഇട്ടിരിക്കുന്നൊരു വണ്ടിയാണ്. ഇപ്പം പണിഭാഗം തന്നെ എനിക്ക് 22,000 രൂപ, ഏകദേശം 22 അല്ല 30-35 രൂപയോളം പണിയായതാണ് എനിക്ക്. നമ്മളിത് പെയിന്റ് ചെയ്ത വണ്ടിയാണോ? പെയിന്റ് ചെയ്തിട്ടില്ല. അവരിപ്പോൾ തന്ന പെയിൻറ്റിങ് മാത്രം ചെയ്തിട്ടില്ല. ബാക്കി മെക്കാനിക്കൽ എല്ലാം പണിഞ്ഞു, സ്റ്റാർട്ടർ പണിഞ്ഞു, ഇലക്ട്രോണിക്കുള്ള എല്ലാം പണിഞ്ഞു, എല്ലാ പണികളും ചെയ്തിട്ടിരിക്കുന്നതാണ്. വണ്ടി കാണാൻ കൊള്ളാം, നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. നീറ്റ്. ബാക്ക് സീറ്റ് മാത്രമാണ് സെൻസർ ഇല്ലാത്ത വണ്ടിയാണ്. വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഒക്കെ കൊള്ളാം. ബാക്ക് ടയേഴ്സൊക്കെ ആണെങ്കിലും നല്ല ടയറാണ് കിടക്കുന്നത്. എത്ര ചോദ്യം? ഇത് നമ്മൾ 1.90 ചോദിക്കുന്നത്. ഇത് കിലോമീറ്റർ ജെന്യൂൻ ആണോ? ഒന്നും ഞാൻ പറയത്തില്ല, ഉറപ്പ് പറയാൻ പറ്റില്ല. ഓക്കെ, വണ്ടി നിലവിലുള്ള കണ്ടീഷൻ നോക്കിയെടുക്കുക. ഇതിനൊക്കെ അതാണ് ഏറ്റവും നല്ല മാർഗ്ഗം. ഒരു മെക്കാനിക്കിനെ കൊണ്ടുവരും, അവർ നിലവിലുള്ള കണ്ടീഷൻ നോക്കുക. നിലവിലുള്ള കണ്ടീഷനിലുള്ള പണികൾ ചെയ്തു തരാൻ പറയുക, അത് നമ്മൾ ചെയ്തു കൊടുക്കും. 2018 ജീത്തോയാണ് അത്. സെക്കൻഡ് ഓണർ പുതിയ ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. എല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്തിട്ടിരിക്കുന്ന ടെസ്റ്റിംഗ് പരുവമാക്കിയിട്ടിരിക്കുന്ന വണ്ടിയാണ്. സീറ്റ് കവർക്ക് സീറ്റെല്ലാം പുതിയ സീറ്റ്, കാറിൻ്റെ കയറ്റിയത, പുതിയ പെയിൻറ്റ്, എല്ലാ ഭാഗങ്ങളും ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ്. 1,05,000 കിലോമീറ്റർ. കൊള്ളാം, വണ്ടിക്കകം നല്ല നീറ്റ് തന്നെയാണ്. നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്ലോറൊക്കെ വർക്ക് ചെയ്തിട്ടൊക്കെ. ഈ ഫ്ലോറൊക്കെ പെയിൻറ്റ് ചെയ്തതാണോ? അതെ, നല്ല വൃത്തിയായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഡോർ പാഡൊക്കെ തന്നെയാണ് വൃത്തിയായിട്ട് തന്നെയാണ് വർക്കുകൾ എടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതെന്താണ് ഈ വയറൊക്കെ? അത് സ്പീക്കറിൻ്റെ ആയിരുന്നു, വയറിങ്ങനെ കിടക്കുന്നത്. ഓക്കെ, ഇവിടെയൊക്കെ നോക്കിയാലും വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, ഒന്നും കുഴപ്പമില്ല. ബാക്ക് സൈഡൊക്കെ നീറ്റാണ്. ടോപ്പൊക്കെ നോക്കിയാലും ഒക്കെ നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്, ഒന്നും കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 360 ചോദിക്കുന്നത്. 360. എത്ര രൂപ ഇറക്കാൻ പറ്റും? ഇത് 2,000 രൂപ വരെ ഫിനാൻസ് കിട്ടും. 2,500. ഇത് 2019 രജിസ്ട്രേഷനാണ്. ഇതിപ്പം നമ്മൾ പുതിയ ഇൻഷുറൻസ് ഉണ്ട്. ഈ ജനുവരി വരെ പേപ്പറുണ്ട്. വണ്ടി ഫുള്ള് പെയിൻറ്റ് കാര്യങ്ങൾ, 4 ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല ഭാഗങ്ങളാണ് വണ്ടി. ഫുള്ള് മെക്കാനിക്കലെല്ലാം ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ്. ടെസ്റ്റൊക്കെ കഴിഞ്ഞ്? ടെസ്റ്റ് ജനുവരിയിൽ വരും, പക്ഷേ ഒരു പണിയില്ലല്ലോ. കാണിക്കാന്നുള്ളതല്ലേ? അത്രേ ഉള്ളൂ. GPS ചാർജ് ചെയ്യണം.
ഒരു 7,000 രൂപ, മാക്സിമം ഒരു 7 രൂപ വരെ. കാറെന്ന് പറഞ്ഞാൽ ഇത് 98 ലാസ്റ്റ് മോഡലാണ്. ഒരു പാർട്ടി നമ്മളടുത്തുള്ളൊരു പാർട്ടി തന്നെ 18 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. സീറ്റ് കവേഴ്സ് ആണെങ്കിൽ നല്ല വൃത്തിയായിട്ട് നല്ല പോഷായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എടുക്കുന്ന ആൾക്ക് ജസ്റ്റ് ഇത് എടുത്തുകൊണ്ട് വന്ന് കാണിക്കുക ടെസ്റ്റിന് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ രീതിയിൽ വണ്ടി വൃത്തിയായിട്ട് പണിഞ്ഞിട്ടിട്ടുണ്ട്. എത്ര ചോദ്യം? 275. 275. നല്ല കൊള്ളാം. നല്ല നീറ്റായിട്ട് പെയിൻറ്, നല്ല വൃത്തിയുള്ള പെയിൻറ് ഒക്കെ അടിക്കും. ഇത് കൂടിയ പെയിൻറ് തന്നെയല്ലേ അടിക്കുന്നത് അതോ ബാധിച്ച രീതിയാണ്? അല്ലല്ല, PU പെയിന്റ് ആണ്. ഏത് വണ്ടിക്ക് നമ്മൾ അടുപ്പിക്കുന്ന വണ്ടി ഉണ്ടെങ്കിൽ PU പെയിന്റ് അടിക്കും. ഓക്കെ. ആ ടയർ 2 എണ്ണം മോശമാണ്. അത്യാവശ്യം ഒരു 10,000 കിലോമീറ്റർ ഓടാനുള്ള മാറി കൊടുക്കൂ. ആ തീർച്ചയായും വേണമെന്ന് പറഞ്ഞാൽ മാറി കൊടുക്കും. ഇത് 2016 സെൻസർ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ. ഒരു 4 മാസത്തോളം പേപ്പറുണ്ട്. എല്ലാ ഭാഗങ്ങളും ഇപ്പം പണിഞ്ഞ് ചെയ്യാനുള്ള പണികളെല്ലാം ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ്. ടയേഴ്സ് ഫ്രണ്ട് ടയർ ആവറേജ് ടയർ. ഫ്രണ്ട് ആവറേജാണ്. ഏതിൻ്റെ ആവറേജ് അല്ല, ഒരു 80% ടയറുണ്ട്. അങ്ങനെ നോക്കിയാൽ ഇത് ഫുള്ള്. അത് ഫുള്ള്. അത് ഇന്നലെ എടുത്തിട്ട് ടയർ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ബാക്ക് ടയർ കണ്ടപ്പോൾ ഫ്രണ്ട് ടയർ 80% ടയറുണ്ട് അത്. ഓക്കെ. ഇത് ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സെക്കൻഡ്. ഓട്ടം 1:40 1:20 കൊണ്ടാന്ന് തോന്നുന്നു. എല്ലാത്തിൻ്റെയും ഓർമ്മയിൽ നിൽക്കൂല. ഇതൊക്കെ ഫ്ലോറൊക്കെ വൃത്തിയായിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് നല്ല നീറ്റായിട്ട് ഇട്ടേക്കാണ്. ഒക്കെ കൊള്ളാം. 4 നല്ല സൂപ്പർ ടയറുകളാണ്. ടോപ്പൊക്കെ നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ട്. ടയർ ഞാൻ പറഞ്ഞതിന് മിസ്റ്റേക്കാണ്. എന്താണെന്ന് നോക്കിക്കും, നിങ്ങൾ തന്നെ നോക്കിക്കും. നല്ല ടയറുണ്ട്. എൻ്റെ വായിക്ക് ഞാനൊന്ന് പറഞ്ഞു പോയതാണ്. അത് കയറി പിടിച്ചോണം. ഒന്ന് വിട്ടുകളാണ്. ഇതൊന്ന് തുറന്ന് തുറന്നു. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും വൃത്തിയായിട്ട്. ഇത് സീറ്റ് ചരിച്ചിട്ടേക്കുവാണോ ഈ സീറ്റ്? അല്ല, മറന്നു പോയതാ. ഓക്കെ. അപ്പോൾ എത്ര ചോദ്യം? ഇത് 2:10 കൊടുക്കുന്നത്. 2:10. റീപ്ലേസ് ആയിട്ട് വല്ലതും? ഒന്നുമില്ല. 2015 പുതിയ ടെസ്റ്റ്, പുതിയ ഫുൾ പേപ്പർ. ഇത് സെക്കൻഡ് ഓണർ, പുതിയ ടെസ്റ്റാണ്. പുതിയ ഇൻഷുറൻസ്, എല്ലാ ഭാഗങ്ങളും ഉണ്ട്. വണ്ടി അപാകതകൾ യാതൊന്നുമില്ല. കമ്പനി ഗ്ലാസ്, എല്ലാ ഭാഗങ്ങളും പണിഞ്ഞിട്ടിരിക്കുന്ന വണ്ടിയാണ്. 2:10 ഇതിൻ്റെ വില. 2:10. ഇതിൻ്റെ പേപ്പർ വർക്കൊക്കെ ഇനി പുതിയ പേപ്പറാണ്. വണ്ടിക്കാണ് നീറ്റ് വണ്ടി. നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. അത് കുഴപ്പമില്ല. ഫ്ലോറൊക്കെ തന്നെ നോക്കിയാലും പെയിൻ്റൊക്കെ ചെയ്ത് നല്ല നീറ്റായിട്ട് തന്നെ നടക്കാണ്. വേറെ പറയത്തക്ക അപാകതകളൊന്നുമില്ല. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. 40,000 രൂപയ്ക്ക് 800 തൊട്ട് ഏകദേശം ബ്രസ വരെയുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്കൊക്കെ എടുക്കുക. അതായത് 7 ലക്ഷം രൂപ വരെ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം ബ്രഷൊക്കെ കാണാൻ കൊള്ളാം. നല്ലൊരു വീഡിയോ ആയിരുന്നു. സ്ഥിരം നമ്മൾ കാണുമ്പോൾ വെള്ളിമൂങ്ങ മാത്രമുള്ളൊരു ഷോപ്പ് എന്നുള്ളതിൽ ഇത്തവണ കാറുകൾ കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പുതുമ. പിന്നെ സെന്ന് ഹൈലൈറ്റ് എന്ന് പറയുന്നത് സെന്നാണ്. മോഹവില, ആ വണ്ടി മോഹവിലയുള്ള വണ്ടിയായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, അത് നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ യൂസ്ഡ് വണ്ടിയാണ്, ഇത്രയും വർഷത്തെ പഴക്കമുള്ള വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കാൻ വരുമ്പം നല്ലൊരു മെക്കാനിക്കിനെ കൂടി കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്ത് എടുക്കുക. അപ്പം നല്ല നല്ല വണ്ടികൾ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണും വരെ ബൈ.